ഉള്ളുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രൈറ്റ് കട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നടുവിലുള്ള മുടീന് ഒരു 3 ഇഞ്ച് കയറ്റി കട്ട് ചെയ്ത് സ്ട്രൈറ്റായിട്ട് ബാക്ക് സൈഡ് മാത്രം സ്ട്രൈറ്റ് കിട്ടി. നമ്മൾ ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, തുടങ്ങല. സൈഡ് വെട്ടുമ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള ഗൈഡ് ലൈൻ എടുക്കുന്നു, എന്നിട്ട് ലൈറ്റ് വെർട്ടിക്കലായിട്ട് പിടിക്കുന്നു. എന്നിട്ട് ലൈറ്റായിട്ട് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് ഓക്കെ, അതുപോലെ തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത സൈഡ് അതുപോലെ തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബേസ്, അപ്പം ഹെയറിൻ്റെ ബേസ് ആയി കഴിഞ്ഞു. കട്ടിലായിട്ട് പിടിക്കുക. അങ്ങനെ ലൈറ്റ് യൂവായിട്ട് കിട്ടി. ഇപ്പം നമുക്ക് ബേസ് നല്ല ഉള്ളുള്ള പോലെ തോന്നാനുള്ള മാർഗങ്ങളായി. ഓക്കെ, ഇനി നമ്മൾ ലെയർ കട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഈ തലേന്നൊരു ഗോള രൂപത്തിൽ മൈൻഡിൽ കണ്ടിട്ട് ഇതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കാം. ഗൈഡ് ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ലെയർ വെട്ടുമ്പോൾ എല്ലാതും ഒരേ ലെങ്ത്തിൽ പോകുന്നു കിട്ടും. അപ്പോൾ ഗൈഡ് ലൈൻ ഫസ്റ്റ് എടുക്കുന്നു. ഓക്കെ, ഗൈഡ് ലൈൻ എടുക്കുന്നു. ഈ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് സെൻട്രൽ പൊസിഷൻ വരുന്നത് ക്രസ്റ്റ് ഏരിയയാണ്. ഇനി ടോട്ടൽ ലെങ്ത്തിൻ്റെ 3/4 അളവെടുക്കുന്നു. 3/4 അളവെടുക്കുക. ഇത് 90 ഡിഗ്രി ബാക്കിലോട്ട്, ഇത് 120 ഡിഗ്രിയിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യും. ഓക്കെ, ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഗൈഡ് ലൈൻ ഓക്കെ. ഇനി നമ്മളിതിനെ രണ്ട് സെക്ഷനും മാറ്റി വയ്ക്കുന്നു. 2 സെക്ഷൻ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബാക്കിന് ലെയർ ഉണ്ടാക്കുന്നു. ഇതിനെ 3 പൊസിഷനിലാക്കുന്നു. ബാക്ക് ടോട്ടൽ ഹെയറിനെ 3 പൊസിഷനിലാക്കുന്നു. അതാത് ഏരിയയിലേക്ക് കൊണ്ടുവന്ന് അതാത് ആംഗിളിൽ കൊണ്ടുവന്നിട്ട് 120 ഡിഗ്രി കൊണ്ടുവന്ന് ഗൈഡ് ലൈനും കൂടി ചേർത്ത് വെട്ടുന്നു. അപ്പോൾ അവിടെ യു കട്ട് ചെയ്ത് പോയിരുന്നു. യുവിൻ്റെ കറക്റ്റ് അളവായി മാറും. അപ്പം യു കട്ടായി പോവില്ല. ബേസ് കയർ കട്ട് ചെയ്ത് പോകാണ്ട് കട്ട് ചെയ്യും. അപ്പോൾ 3 പൊസിഷനിലാക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുന്ന 3 സെക്ഷൻ 3 ആംഗിളിലേക്ക് ആയിരിക്കണം കൊണ്ടുവരുന്നത്. 3 സെക്ഷൻ 3 ആംഗിളിലേക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് നടുവിലത്തെ ഭാഗം നടുവിലോട്ട്, ബാക്കിൽ നടുവിലോട്ട് കൊണ്ടുവരണം. സൈഡിലെ ഭാഗം സൈഡിലോട്ട് കൊണ്ടുവരണം. ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ ചെക്ക് ചെയ്ത് വിട്ടാൽ ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു 120 ഡിഗ്രിയിൽ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ ലൈൻ എടുത്ത് അതേ ഡിഗ്രിയിൽ ഓരോന്നും പൊസിഷൻ മാറ്റി 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 ചെയ്യും. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഈ ബാക്ക് വെട്ടിട്ട മുടീനെ 2 സെക്ഷനായിട്ട് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഫിനിഷിങ് ആക്കിയിട്ട് അകന്ന് കോമ്പൗണ്ട് വെച്ചിട്ട് വെട്ടി അതിൽ വല്ല മിസ്സിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും. എനിക്ക് ആദ്യം 90 പിടിച്ചു. അത് കഴിഞ്ഞിട്ടൊരു 120 പിടിച്ചു. ഇനി ഇത്
അതായത് കോർണറിലേക്ക് പിടിക്കണം. ഉണ്ടെങ്കിൽ മാത്രം വെട്ടിയാൽ മതി. അപ്പം നന്നായി ഇരിക്കാൻ പിടിക്കുക. ചെറിയൊരു എടുക്കുക, പിന്നെ അതിൽ നിന്ന് 120 പിടിക്കുക, അതൊന്ന് മിനുസപ്പെടുത്തുക. ഓക്കെ, അപ്പം നമ്മൾ ബാക്ക് ലെയർ വെട്ടി കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ബാക്ക് ലെയർ വെട്ടി കഴിഞ്ഞു. ഓക്കെ, രണ്ട് എടുക്കുക, റൈറ്റിലേക്ക് അതിനെ രണ്ടായിട്ട് ക്ലിപ്പ് ചെയ്യുക. ഗൈഡ് ലൈൻ അവിടെ നിർത്തുക. പഴയ ഗൈഡ് ലൈനിൽ നിന്ന് ഒരു സെക്ഷൻ എടുക്കുക. എന്നിട്ട് ഇയറിൻ്റെ തൊട്ട് ബാക്കിലോട്ട് 120 കൊണ്ടുവരിക. അപ്പോൾ യുവിൻ്റെ ബാലൻസ് ഹെയറോട് കൂടി ഉണ്ടാവും. അപ്പോൾ അതിൽ കൊണ്ടുവന്ന് 120 വരുമ്പോൾ അത് കറക്റ്റാണെന്ന് വെച്ചാൽ അത് കട്ടായി പോയില്ല. ഒന്നും കൂടി 90ലേക്ക് പോയാൽ അത് കട്ടായി പോയി കഴിയും. അപ്പോൾ യു ബേസ് ഇല്ലാണ്ടാവും. അപ്പോൾ വീണ്ടും ബേസ് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അടുത്ത സെക്ഷൻ എടുക്കുക. അതേപോലെ അധികം കട്ട് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ടോപ്പിൽ വരുന്ന ലെയർ. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒരേ അളവിൽ വന്ന് കഴിഞ്ഞു. ഒന്ന് മിനുക്കി. ഓക്കെ, സൈഡ് റൈറ്റ് സൈഡ് അതേപോലെ 2 സെക്ഷൻ ആക്കുക. ഗൈഡ് ലൈൻ എടുക്കുക. പഴയ ഗൈഡ് ലൈനിൽ നിന്നൊരു സെക്ഷൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കോർണറിലേക്ക് കൊണ്ടുവരിക. ഇയറിൻ്റെ തൊട്ട് ബാക്കിൽ കൊണ്ടുവന്നിട്ട് 120 നോക്കുക. നിങ്ങളുടെ താഴത്തെ യുവിൻ്റെ എൻഡ് കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് കുറച്ചിട്ടുണ്ടോ എടുത്തിട്ടില്ല. അത് ഇതൊക്കെ. പിന്നെ അടുത്ത സെക്ഷൻ എടുക്കുക. അഥവാ ഇപ്പോഴത്തെ മുടികളൊക്കെ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് പോവില്ല. കാരണം അളവ് ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇവിടെ കൊണ്ടുവരാം. ഇയറിൻ്റെ തൊട്ട് ബാക്കിൽ എന്നിട്ട് മൊത്തം എടുക്കുക. ഈ സെക്ഷൻ ഒന്ന് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ബാക്കും ടോട്ടൽ എടുത്തിട്ടൊരു 140 കൊണ്ടുവന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ബാക്ക് റൈറ്റ് സൈഡ് മൊത്തം ടോട്ടൽ എടുക്കുക. 140 ഇതിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പ്രോപ്പറല്ലേ? അപ്പോൾ അവിടെ ഓക്കെ. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇതേപോലെ 140 കൊണ്ടുവന്നിട്ട് നോക്കുക. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ബാക്ക് നല്ല ലെയർ കട്ടായി. ഓക്കെ അല്ലേ? ഇഷ്ടമില്ല? ഇനി നമ്മൾ കടന്നാണ്. ഇനി ഫ്രണ്ട് ആൾക്ക് സ്റ്റൈൽ മാറ്റി ആൾ നല്ല ഉഷാറുള്ള കുട്ടിയാക്കി മാറ്റാം. ഫ്രണ്ട് മോഡേൺ ആക്കണം. അപ്പോൾ മോഡേൺ ആക്കി എടുക്കണം. അപ്പോൾ മോഡേൺ ആകുമ്പോൾ അത് വേറെ നമ്മൾ ഈ കട്ടിങ് മോഡേൺ ആക്കി എടുക്കുമ്പോൾ ലെയർ കട്ട് ആണെന്ന് വെച്ചാൽ അത് കഴിയും. ഇനി നമ്മൾ ഇങ്ങനെ ഇയർ ടു ഇയർ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ നോസിൻ്റെ നേരെ കൊണ്ടുവന്നിട്ട് നേരെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യും. ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഫസ്റ്റ് യു വെട്ടിയത് ആ സ്ട്രൈറ്റ് വെട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. ബാക്ക് യു ആയിട്ട് വന്നു തുടങ്ങും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷനും അതേപോലെ എടുത്ത് നെക്സ്റ്റ് സെക്ഷൻ ഇയർ ടു ഇയർ എടുത്തു. ഇയറിൻ്റെ അവിടെ നിന്ന് എടുത്തു. ഗ്രോത്ത് കളയുക. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇങ്ങനെ എടുത്ത് കളയുക. അതിലധികം തിക്ക് വരരുത്. ഇനി ഈ വ്യക്തിയുടെ ഏത് സൈഡാണ് നമ്മൾ ചുഴി വരുന്നത് നോക്കാം. ഇവിടെയാണ് ഇങ്ങനെ തിരിച്ചൽ വരുന്ന ചിലവർക്ക് അവിടേക്കാണ് അതിൻ്റെ സ്റ്റൈൽ കൂടെ.
ഓക്കെ, ഈ പട്ടിക്കാണ് കൂടുതൽ നല്ലത്, കുഴപ്പമില്ല. അപ്പം അതിനനുസരിച്ച് നമ്മൾ നിർത്തല. ഇത് നമ്മൾ ഇപ്പം നല്ല ഉള്ളുള്ള മുടിയായിട്ട് കസ്റ്റമർക്ക് ഉള്ളുള്ള മുടിയായിട്ട് ഫീൽ ചെയ്ത് കാണിച്ചു നോക്കും. ഈ കുട്ടി എപ്പോഴും ഉറങ്ങിയിരിക്കുന്ന പോലെ ഇതിൻ്റെ രൂപമൊക്കെ മാറി ഫാഷനായി. ഇനി ഇപ്പം നമുക്കിങ്ങനെ ഫീൽ ചെയ്യണം. ഇനി നമുക്ക് സെറ്റിങ്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഇയാളെ മതി. ഓക്കെ, അവിടെ ഫോട്ടോ ഉണ്ട്. ചിട്ട് പരിപാടിയായിരുന്നു. ഇത് സെറ്റ് കൊള്ളാടി. എനിക്ക് കാണാൻ പറ്റുന്ന ഫോണിലാട്ട് നോക്കിയ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചും കൂടി ക്യൂട്ടായതുപോലെ, കുറച്ചും കൂടി ഏജ് കുറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ഉള്ളില്ലാത്ത മുടിക്ക് ആവശ്യത്തിനുള്ള തിക്കിൽ കെട്ടാവുന്ന ലെയർ കട്ടാണ്. അത്യാവശ്യം തിക്കും ബോഡിയും തോന്നിപ്പിക്കാവുന്ന രീതിയിലുള്ള ഇതിൽ അവരുടെ ഫേസിനും ഒരു മോഡേൺ ലുക്കായിട്ട് മാറ്റി ചെയ്തെടുക്കാവുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ഇതിൽ കാണാം. നമുക്ക് ഒരു സ്റ്റിലും കൂടി എടുത്ത് എന്നിട്ട്